ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ കോംസ് തിയറി എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കോംസ് തിയറി നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. സെർജ് ക്രിസ്റ്റഫ് കോംസ് തിയറി ഓൺ ഇന്നിക്വാളിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഇന്നിക്വാളിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഓക്കെ, ഇതിനെപ്പറ്റിയാണ് ഈ തിയറി പ്രതിപാദിക്കുന്നത്. ഈസ് എ സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ ടു വെൽഫെയർ എക്കണോമിക്സ്. ഇത് വെൽഫെയർ എക്കണോമിക്സിലാണ് വരുന്നത്. വെൽഫെയർ എക്കണോമിക്സിലെ നല്ലൊരു ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണിത്. പർട്ടിക്കുലർലി ഇൻ ഹൗ ഇറ്റ് അഡ്രസ്സസ് ദ മെഷർമെൻറ്റ് ഓഫ് ഇന്നിക്വാളിറ്റി. അത് എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഇന്നിക്വാളിറ്റി ഇത് അഡ്രസ്സ് ചെയ്യുന്നത്, അതിൻ്റെ മെഷർ ഓഫ് ഇന്നിക്വാളിറ്റി അഡ്രസ്സ് ചെയ്യുന്നതിൽ വളരെ ഒരു പ്രധാനപ്പെട്ട പങ്ക് തിയറി വഹിക്കുന്നുണ്ട്. ആൻഡ് പ്രൊപ്പോസസ് സൊല്യൂഷൻസ് ഫോർ റീഡിസ്ട്രിബ്യൂട്ടിംഗ് റിസോഴ്സസ്. അതായത് അത് മെഷർ ചെയ്യുക മാത്രമല്ല, അതിനുള്ള സൊല്യൂഷൻസും ആ റിസോഴ്സ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനൊരു സൊല്യൂഷനും ഈ തിയറി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് ഒരു ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആണ് കേട്ടോ. ഡെവലപ്ഡ് ആൻ അപ്രോച്ച് ദാറ്റ് എംഫസൈസസ് ഇക്വിറ്റി, അതായത് ഇക്വിറ്റി എംഫസൈസ് ചെയ്യുന്നുണ്ട്. ഫെയർനെസ്, ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ മുൻഗണന കൊടുക്കുന്നുണ്ട്. ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ് ഇൻ എക്കണോമിക് ഔട്ട്കംസ്. എക്കണോമിക് ഔട്ട്കംസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇക്വിറ്റി, ഫെയർനെസ്, ജസ്റ്റിസ്, ഇതിനൊക്കെ കുറിച്ച് ഇദ്ദേഹം കൂടുതൽ മുൻഗണന കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കീ ആസ്പെക്ട്സ് നോക്കാം. കീ ആസ്പെക്ട്സ് ഓഫ് കോംസ് തിയറി. അതിൽ ഒന്നാമത്തത് കോംസ് ഇന്നിക്വാളിറ്റി മെഷറാണ്. ഓക്കെ, അതായത് ഇദ്ദേഹം ഈ ഇന്നിക്വാളിറ്റി മെഷർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. കോം ഇൻട്രൊഡ്യൂസ്ഡ് എ ഫാമിലി ഓഫ് ഇന്നിക്വാളിറ്റി ഇൻഡീസസ്. കുറച്ച് ഇന്നിക്വാളിറ്റി ഇൻഡീസസ്, ചില സൂചകങ്ങൾ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ടു ഇവാലുവേറ്റ് ഇൻകം ഇന്നിക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്നതിന്. ഹിസ് ഇൻഡീസസ് ഫോക്കസ് ഓൺ ഹൗ മച്ച് സൊസൈറ്റി വുഡ് ബി വില്ലിങ്. അതായത് ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഇൻഡീസെല്ലാം ഫോക്കസ് ചെയ്യുന്നത് സൊസൈറ്റി എത്ര സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ്. എന്തിനാണ്? ഇൻ ഓർഡർ ടു അച്ചീവ് പെർഫെക്റ്റ് ഇക്വാളിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് സൊസൈറ്റി എത്ര സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം. അത് എവിടെയാണ്? ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ. ഓക്കെ, ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ എത്ര സൊസൈറ്റി സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണ് എന്നത് എല്ലാമാണ് ഈ ഇൻഡീസസ് സൂചിപ്പിക്കുന്നത്. ദിസ് മെഷർ ഓഫ് ഇന്നിക്വാളിറ്റി ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് കോമ്പൻസേറ്റിംഗ് ഇൻഡിവിജ്വൽസ് ഫോർ ഇൻകം. അതായത് കോമ്പൻസേറ്റ് ചെയ്യുന്നത്, അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാരൻ പാവപ്പെട്ടവന് കൊടുക്കുന്നു, ഇങ്ങനൊരു ഐഡിയ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇങ്ങനൊരു കോമ്പൻസേറ്റിംഗ് ഇൻഡിവിജ്വൽസ് ഫോർ ഇൻകം ഡിസ്പാരിറ്റീസ്. ആ ഇൻകത്തിൻ്റെ ആ ഒരു ഡിസ്പാരിറ്റി വരത്തില്ല, അന്തരം. അപ്പം ടു അച്ചീവ് ആൻഡ് ഈഗാലിറ്റേറിയൻ ഔട്ട്കം. അതായത് ഈഗാലിറ്റേറിയൻ്റെ വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, എല്ലാവരും തുല്യരായിട്ടുള്ള ഒരു ഈഗാലിറ്റേറിയൻ ഔട്ട്കം കിട്ടുന്നതിന് എത്ര കോമ്പൻസേറ്റ് ചെയ്യാൻ, ഇൻകം എത്ര കോമ്പൻസേറ്റ് ചെയ്യാൻ സൊസൈറ്റി തയ്യാറാണെന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ ക്ലോസ്ലി റിലേറ്റഡ് ടു സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. ഇത് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. The COM index is one of the most commonly used indices from his work. അതായത് ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ ഏറ്റവും കൂടുതൽ ഇദ്ദേഹം യൂസ് ചെയ്ത ഇൻഡീസ് എന്ന് പറയുന്നത് കോം ഇൻഡെക്സ് ആണ്. ഓക്കെ, ഇറ്റ് യൂസസ് എ പാരാമീറ്റർ ദാറ്റ് റിഫ്ലെക്ട്സ് ദ ഡിഗ്രി ഓഫ് അവേഷൻ ടു ഇന്നിക്വാളിറ്റി. അതായത് ഇന്നിക്വാളിറ്റിയോട് ആൾക്കാർക്ക് എത്ര വെറുപ്പുണ്ടെന്നുള്ളത്. ഓക്കെ, മനസ്സിലായില്ല? അവർ ഇന്നിക്വാളിറ്റി എത്ര ആഗ്രഹിക്കുന്നു ഓക്കെ എന്നുള്ളതാണ് ഈ ഇൻഡീസ് കാണിക്കുന്നത്. allowing for a more or less sensitive measure depending on the society's preferences regarding fairness. അതായത് ഒരു സൊസൈറ്റി ഫെയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അപ്രോച്ച് എങ്ങനെയാണ്, ഓക്കെ, അത് കൂടുതലാണോ കുറവാണോ, മോർ ഓർ ലെസ് സെൻസിറ്റീവ് മെഷർ. അതായത് ഈ ഇന്നിക്വാളിറ്റിയോട് അവരുടെ ആ ഒരു സെൻസിറ്റീവ്നെസ് കൂടുതലാണോ കുറവാണോ എന്നുള്ള കാണിക്കുന്ന ആ ഒരു ഇൻഡീസാണ് ഇത്. ഇനി നമുക്ക് കോംസ് ഇൻഡെക്സ് പരിചയപ്പെടാം. ദ ജനറൽ ഫോം ഓഫ് കോംസ് ഇന്നിക്വാളിറ്റി ഇൻഡെക്സ് അത് സൂചിപ്പിക്കുന്നത് K ആൽഫ ഇൻറ്റു വൈ ആണ്. ഓക്കെ, അപ്പം K ആൽഫ ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 1/α(in) ഇൻറ്റു 1/n സിഗ്മ ഫ്രം I to n, വേർ I is equal to 1 e റൈസ് ടു മൈനസ് ആൽഫ വൈ ഐ. ഇതാണ് ഇതിൻ്റെ ഈക്വേഷൻ വരുന്നത് കോംസ് ഇൻഡെക്സ്. ഇവിടെ YI എന്ന് പറയുന്നത് ഈസ് ദ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ I എന്ന ഇൻഡിവിജ്വലിൻ്റെ വരുമാനമാണ് YI. അടുത്തത് N, ക്യാപിറ്റൽ ലെറ്റർ N ഈസ് ദ ടോട്ടൽ പോപ്പുലേഷൻ. ഓക്കെ, ടോട്ടൽ പോപ്പുലേഷനാണ് N കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആൽഫ എന്ന് പറയുന്നത് ഈസ് ദ ഇന്നിക്വാളിറ്റി അവേർഷൻ പാരാമീറ്റർ. അതായത് ഇന്നിക്വാളിറ്റിയോട് ആൾക്കാരുടെ സാമീപ്യം, അവരത് ഇഷ്ടപ്പെടുന്നോ അത് വെറുക്കുന്നോ എന്നുള്ളത്. ഓക്കെ, റിഫ്ലക്റ്റിംഗ് ഹൗ സൊസൈറ്റി വാല്യൂസ് ഇക്വാളിറ്റിയെ എത്ര സൊസൈറ്റി വാല്യൂ ചെയ്യുന്നു അതിനോടുള്ള അവരുടെ ആഭിമുഖ്യമാണ് ഈ ആൽഫ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോംസ് ഇൻഡെക്സിൽ പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ട കാര്യങ്ങൾ. ഇനി ഇതിൻ്റെ മെഷർ വരുന്നത് എങ്ങനെയാണ്? ഇഫ് ആൽഫ ഈസ് ഈക്വൽ ടു 0, നേരത്തെ പറഞ്ഞ ആൽഫയുടെ വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ ദ മെഷർ റിഫ്ലെക്ട്സ് ന്യൂട്രാലിറ്റി ടുവേർഡ് ഇന്നിക്വാളിറ്റി. അതായത് ഇന്നിക്വാളിറ്റിയോട്, അസമത്വത്തോട് ആൾക്കാർക്കൊരു ന്യൂട്രൽ അപ്രോച്ചാണ് ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ആസ് ആൽഫ ഇൻക്രീസസ്, ഈ ആൽഫയുടെ വാല്യൂ കൂടുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഇന്നിക്വാളിറ്റിയുടെ അടുത്തുള്ള ഒരു സെൻസിറ്റീവ്നെസ്സും അവിടെ കൂടുകയാണ്. ഇതെന്താണ്? ഈ മോർ സെൻസിറ്റീവ് ടു ഇന്നിക്വാളിറ്റിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, വിത്ത് എ ഫോക്കസ് ഓൺ അഡ്രസ്സിങ് ഡിസ്പാരിറ്റീസ് അറ്റ് ദ ലോവർ എൻഡ് ഓഫ് ദ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ഒരു ലോവർ എൻഡ് ഓഫ് ദ ഇൻകം ഡിസ്ട്രിബ്യൂഷനിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്.
അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് ആണ്, ആ നീതിപരമായിട്ടുള്ള കാര്യം. അതായത് കോംസ് തിയറി എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ജസ്റ്റിസ് ഇൻ എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ. അതായത് എക്കണോമിക് ഡിസ്ട്രിബ്യൂഷൻ ഒരു സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ ടാക്സ് ഡിസ്ട്രിബ്യൂഷൻ ഏതായാലും ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴത്തേക്ക് ഒരു നീതിപരമായിട്ടുള്ള എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഉണ്ടാകണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അഡ്വക്കേറ്റിംഗ് ദാറ്റ് ഇദ്ദേഹം വാദിക്കുന്നത് എന്തിനുകൊണ്ടാണ്, ഇന്നിക്വാളിറ്റി ക്യാൻ ബി ഓൺലി ജസ്റ്റിഫൈഡ്. അവിടെ ഒരു സൊസൈറ്റിയിൽ ഇന്നിക്വാളിറ്റി ഉണ്ടെന്ന് വെക്കുക, അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റിഫൈ ചെയ്യുക, അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നത് ഇഫ് ഇറ്റ് ബെനിഫിറ്റ്സ് എവറി വൺ ഓർ ഈസ് കൺസെൻഷ്വലി അക്സെപ്റ്റഡ്. അതായത് എല്ലാവർക്കും ബെനിഫിറ്റ് ആവുകയും എല്ലാവരും അക്സെപ്റ്റ്, അവിടെ ഒരു ഇന്നിക്വാളിറ്റി ഉണ്ട്, അപ്പോൾ ആ ഇന്നിക്വാളിറ്റി എല്ലാവർക്കും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ വാദം. ഓക്കെ, ഹി ആർഗ്യൂഡ് ദാറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആൻഡ് ദ ഇക്വാളിറ്റി ഓഫ് കേപ്പബിലിറ്റീസ്, അതായത് എല്ലാവർക്കും തുല്യ അവസരം, തുല്യത ഓഫ് കേപ്പബിലിറ്റീസ് ഷുഡ് ബി ദ ഫൗണ്ടേഷൻ ഓഫ് ഫെയർ സൊസൈറ്റി. അപ്പോൾ ഇതായിരിക്കണം, ഈ തുല്യത ആയിരിക്കണം ഒരു ഫെയർ സൊസൈറ്റിയുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ദിസ് ഈസ് കൺസിസ്റ്റൻ്റ് വിത്ത് തിയറീസ് ലൈക്ക് റോൾസിയൻ ജസ്റ്റിസ്. അതായത് റോൾസ് തിയറി ഓഫ് ജസ്റ്റിസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്ക്, അത് ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ നിങ്ങൾ കാണാവുന്നതാണ്. അപ്പോൾ ഇത് കൂടുതൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ റോൾസ് തിയറി ഓഫ് ജസ്റ്റിസുമായിട്ടാണ്. വെയർ ഫെയർനെസ് ഈസ് എംഫസൈസ്ഡ്, അവിടെ കൂടുതലും ഫെയർനെസ് ആണ് ഈ തിയറിയിൽ കൂടുതൽ ഊന്നി പറയുന്നത്. ഓക്കെ, ഇൻ സൊസൈറ്റൽ അറേഞ്ച്മെൻറ്റ്സിൽ ഫെയർനെസ്സിനെ പറ്റിയാണ് ഇത് കൂടുതൽ പറയുന്നത്, ഈ തിയറി പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് അബ്സല്യൂട്ട് വേഴ്സസ് റിലേറ്റീവ് ഇന്നിക്വാളിറ്റിയാണ്. അബ്സല്യൂട്ട് ഇന്നിക്വാളിറ്റി ഉണ്ട്, റിലേറ്റീവ് ഇന്നിക്വാളിറ്റി ഉണ്ട്. ഓക്കെ, കോംസ് അപ്രോച്ച് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ ഇൻ മെഷറിംഗ് അബ്സല്യൂട്ട് ഇന്നിക്വാളിറ്റി. അബ്സല്യൂട്ട് ഇന്നിക്വാളിറ്റി മെഷർ ചെയ്യുന്നതിലാണ്, യഥാർത്ഥമായിട്ടുള്ള റിയൽ വേൾഡിലുള്ള ഇന്നിക്വാളിറ്റി മെഷർ ചെയ്യുന്നതിനാണ് ഇദ്ദേഹത്തിൻ്റെ ഈ തിയറി കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇൻ കോൺട്രാസ്റ്റ് ടു മെഷർ ലൈക്ക് ദ ഗിനി കോഫിഷ്യൻ്റ്. ഈ ഗിനി കോഫിഷ്യൻ എന്ന് വെച്ചാൽ അത് റിലേറ്റീവ് ഇന്നിക്വാളിറ്റി മെഷർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ തിയറി വരുന്നത്. ഇൻ അബ്സല്യൂട്ട് ഇന്നിക്വാളിറ്റി, ഓക്കെ, അത് ഇദ്ദേഹത്തിൻ്റെ ഈ കോംസ് അപ്രോച്ചിലെ അബ്സല്യൂട്ട് ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത് കോംസ് ഇൻഡെക്സ് എക്സാമിൻസ് ഹൗ മച്ച് പീപ്പിൾ വുഡ് ബി വില്ലിംഗ് ടു പേ. അതായത് എത്ര ആൾക്കാർ പേ ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഗിവ് അപ്പ് ചെയ്യാൻ ടു റെഡ്യൂസ് ഇന്നിക്വാളിറ്റി, എത്ര ആൾക്കാർ ഇന്നിക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളത്, അതാണ് ഒരു അബ്സല്യൂട്ട് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ട്രീറ്റിംഗ് ഇറ്റ് ആസ് എ മാറ്റർ ഓഫ് ഓവറോൾ സോഷ്യൽ വെൽഫെയർ, അതൊരു ഓവറോൾ സോഷ്യൽ വെൽഫെയറിൻ്റെ മാറ്ററായിട്ടാണ് ഇത് കാണുന്നത്. ദിസ് അപ്രോച്ച് ടെൻസ് ടു ഗീവ് മോർ വെയ്റ്റ് ടു ദ പൂറസ്റ്റ് സെഗ്മെൻറ്റ്സ് ഓഫ് ദ സൊസൈറ്റി. അറിയാമല്ലോ, പാവപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ വെയ്റ്റ് കൊടുക്കുന്നുണ്ട്. ആസ് ഇറ്റ് റിഫ്ലെക്ട്സ് എ ഗ്രേറ്റർ കൺസേൺ ഓഫ് റെഡ്യൂസിങ് പോവർട്ടി. അതാണ് പോവർട്ടി റെഡ്യൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കൺസേൺ അവിടെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം കൂടുതൽ ഈ പൂറസ്റ്റ് സെഗ്മെൻറ്റ്സിൽ ഇദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്, കൂടുതൽ വെയ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അബ്സല്യൂട്ട് ആയിട്ടുള്ള മെഷർ എന്ന് പറയുന്നത്. അടുത്തത് കോംസ് ലിബർട്ടേറിയനിസം ആൻഡ് ഈഗാലിറ്റേറിയനിസം, അതായത് സ്വതന്ത്രവാദവും സമത്വവാദവും. അപ്പം കോം ഈസ് ഓഫൺ സീൻ ആസ് എ പ്രൊപ്പോണൻ്റ് ഓഫ് ലിബർട്ടേറിയൻ ഈഗാലിറ്റേറിയനിസം. മനസ്സിലായില്ലേ, അത് സ്വതന്ത്രമായിട്ട് ഒരു സ്വതന്ത്ര സമത്വവാദത്തിൻ്റെ ഒരു വക്താവാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. വിച്ച് അറ്റംപ്റ്റ്സ് ടു റീകൺസൈൽ, ഇത് എന്തിനെയാണ് യോജിപ്പിക്കാൻ ശ്രമിക്കുന്നത്, ദ ടെൻഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഫ്രീഡംസ് ആൻഡ് ഈഗാലിറ്റേറിയൻ പ്രിൻസിപ്പിൾ. അത് ഈഗാലിറ്റേറിയൻ പ്രിൻസിപ്പിളും ഇൻഡിവിജ്വൽ ഫ്രീഡം, ഒരു വ്യക്തി സ്വാതന്ത്ര്യവും സമത്വവാദത്തിനുള്ള ചില തത്വങ്ങളുണ്ട്. ഈ രണ്ട്, അതായത് ഒരു വ്യക്തി സ്വാതന്ത്ര്യം എടുക്കുന്നത് സമൂഹത്തെ ബാധിക്കാൻ പാടില്ല, സമത്വത്തിന് ബാധിക്കാൻ പാടില്ല. ഇത് രണ്ടും റീകൺസിൽ ചെയ്യാൻ, ബന്ധിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഹി ബിലീവ്ഡ് ദാറ്റ് വൈൽ ഇൻഡിവിജ്വൽ ഷുഡ് ഹാവ് ദ ഫ്രീഡം ടു പെർസ്യൂ ദെയർ ഓൺ ഗോൾസ്. അദ്ദേഹം, അതായത് ഒരു ഇൻഡിവിജ്വലിന് അദ്ദേഹത്തിൻ്റെ ഓൺ ഗോൾസ് പെർസ്യൂ ചെയ്യുന്നതിനുള്ള ഒരു റൈറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീഡം അവിടെ ഉണ്ടായിരിക്കണം. ദിസ് ഫ്രീഡം ഷുഡ് ബി ബാലൻസ്ഡ് വിത്ത് പോളിസീസ് ദാറ്റ് റെഡ്യൂസ് എക്സ്ട്രീം ഇന്നിക്വാളിറ്റി. ഓക്കെ, ഈ ഫ്രീഡം, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നൊരു ഫ്രീഡം എടുത്തു കഴിഞ്ഞാൽ ഇത് ഏതുമായിട്ട് ബാലൻസ് ചെയ്ത് പോകണം, വിത്ത് പോളിസീസ് ദാറ്റ് റെഡ്യൂസ് എക്സ്ട്രീം ഇന്നിക്വാളിറ്റി റെഡ്യൂസ് ചെയ്യുന്ന പോളിസിയായിട്ട് മാച്ച് ചെയ്ത് പോകണം. അവിടെ ഫ്രീഡം എടുത്തുകൊണ്ട് ഒരു ഇന്നിക്വാളിറ്റിയിലേക്ക് പോകരുതെന്നാണ് ഉദ്ദേശിച്ചത്. ഹി ആർഗ്യൂഡ് ഫോർ റീഡിസ്ട്രിബ്യൂഷൻ പോളിസീസ്. ഇദ്ദേഹം എപ്പോഴും ഈ റീഡിസ്ട്രിബ്യൂഷൻ പോളിസീസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ഈ പോളിസീസ് എന്തിനു വേണ്ടിയുള്ളതാണ്, ദാറ്റ് എൻഷുർ ബേസിക് വെൽഫെയറും ഇക്വാളിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസും ഉറപ്പ് വരുത്തുന്ന റീഡിസ്ട്രിബ്യൂഷൻ പോളിസീസാണ്. ഓക്കെ, ഇതിനു വേണ്ടിയാണ് ഇദ്ദേഹം കൂടുതലും വാദിച്ചത്. അടുത്തത് ഇദ്ദേഹത്തിൻ്റെ പബ്ലിക് ഗുഡ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ മോഡൽസ് ആണ്. അതായത് പബ്ലിക് ഗുഡ് നമുക്കറിയാം, എല്ലാവർക്കും പൊതുവായിട്ട് ഉപയോഗിക്കാൻ പറ്റും, സ്ട്രീറ്റ് ലൈറ്റ്, പാർക്ക് പോലെയുള്ള. ഓക്കെ, ഇപ്പോൾ കോംസ് പബ്ലിക് ഗുഡ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ മോഡൽസ്. കോം ആൾസോ മെയ്ഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻസ്
ടു ദ തിയറി ഓഫ് പബ്ലിക് ഗുഡ്സ് ആൻഡ് ടാക്സേഷൻ. അപ്പോൾ പബ്ലിക് ഗുഡ്സ് ആൻഡ് ടാക്സേഷൻ ഇതിലും ഇദ്ദേഹം കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ഹിസ് തിയറീസ് ഓൺ റീഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, അതായത് ഇദ്ദേഹത്തിൻ്റെ റീഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് തിയറീസ് ഉണ്ട്. ഇത് ആർഗ്യൂ ചെയ്യുന്നത് എങ്ങനെയുള്ള പോളിസീസിന് വേണ്ടിയിട്ടാണ്? ഫോർ പോളിസീസ് ദാറ്റ് ക്യാൻ കറക്റ്റ് ഫോർ ദ ഇന്നിക്വാളിറ്റീസ് അറൈസിങ് ഫ്രം ഡിഫറൻസസ് ഇൻ ടാലൻറ്റ്. അതായത് പല വ്യക്തികൾക്കും പല ടാലൻസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഈ ടാലൻസിൽ വരുന്ന ഡിഫറൻസ് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യാനുള്ള പോളിസീസ്. ലക്ക്, പലർക്കും പല ലക്കായിരിക്കും ഉള്ളത്, ഭാഗ്യം പലർക്കും പലതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്നുള്ള ഇന്നിക്വാളിറ്റീസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർ ബർത്ത് സർക്കംസ്റ്റാൻസസ്, ഓരോരുത്തരും ജനിച്ച സാഹചര്യങ്ങൾ, ഓക്കെ, അത് നമുക്ക് മാറ്റാൻ പറ്റാത്തതാണ്. അപ്പം ഇതിൽ നിന്നുണ്ടാകുന്ന ഇന്നിക്വാളിറ്റീസ് മാറ്റുന്നതിന് വേണ്ടിയുള്ള പോളിസിന് വേണ്ടിയിട്ട് ഇത് ആർഗ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഈ പ്രപ്പോസ്ഡ് മെക്കാനിസംസ് ലൈക്ക് പ്രോഗ്രസീവ് ടാക്സേഷൻ, ഈ പ്രോഗ്രസീവായിട്ടുള്ള ടാക്സേഷൻ മെക്കാനിസം ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പബ്ലിക് ഗുഡ്സ് പ്രൊവിഷൻ ടു റിഡ്യൂസ് ഇന്നിക്വാലിറ്റി. അത് മാത്രമല്ല പബ്ലിക് ഗുഡ്സ് പ്രൊവിഷൻ, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഇതിൻ്റെ പ്രൊവിഷൻസിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. വൈൽ സ്റ്റിൽ മെയിൻറ്റെയിനിങ് ഇൻസെൻറ്റീവ്സ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എക്കണോമിക് ഗ്രോത്ത്, അവിടെ എക്കണോമിക് ഗ്രോത്ത് കൂടെ ഉണ്ടാവണം എന്ന അഭിപ്രായക്കാരനാണ് കേട്ടോ. ആൻഡ് ഇൻഡിവിജ്വൽ എഫേർട്ട്, ഓക്കെ, അവിടെ ഇൻസെൻറ്റീവ്സ്, മെയിൻറ്റെയിനിങ് ഇൻസെൻറ്റീവ്സ്, അതിനുള്ള ഇൻസെൻറ്റീവ്സും അവിടെ വേണം. ആ ഒരു ഇൻസെൻറ്റീവ്സ് കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം. എക്കണോമിക് ഗ്രോത്ത്, ഇൻഡിവിജ്വൽ എഫേർട്ട്, ഇതെല്ലാം ഇതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം വാദിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കോംസ് തിയറിയുടെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഓഫ് കോംസ് തിയറി ഇൻ പ്രാക്ടീസ്. ഇമാജിൻ എ സൊസൈറ്റി വിത്ത് ഹൈ ഇൻകം ഇന്നിക്വാലിറ്റി. വളരെ ഉയർന്ന ഒരു ഇൻകം ഇന്നിക്വാലിറ്റി ഉള്ള ഒരു സൊസൈറ്റി ഇമാജിൻ ചെയ്യുക. കോംസ് തിയറി വുഡ് സജസ്റ്റ് ദാറ്റ് സൊസൈറ്റി ഷുഡ് കൺസിഡർ ഹൗ മച്ച് ദ വെൽത്തി വുഡ് ബി വില്ലിംഗ് ടു ഗിവ് അപ്പ്. അവിടെ പണക്കാരുണ്ടല്ലോ, അവർ എത്രത്തോളം പണം ഗീവ് അപ്പ് ചെയ്യാൻ അവർ തയ്യാറാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു അച്ചീവ് എ മോർ ഈക്വൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, അവർ കൂടുതൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർ എത്ര പണം ഗീവ് അപ്പ് ചെയ്യാൻ തയ്യാറാണെന്നുള്ളത്. ഓക്കെ, ഓർ ഹൗ മച്ച് ദ പുവർ വുഡ് നീഡ് ടു ബി കോമ്പൻസേറ്റഡ്. അതായത് എത്ര പണമാണ് ഈ പാവപ്പെട്ടവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത് ടു എക്സ്പീരിയൻസ് ആൻഡ് ഇക്വാലൻറ്റ് ലെവൽ ഓഫ് വെൽബീയിങ്. ഒരു വെൽബീയിങ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എത്ര പണം അവർക്ക് ആവശ്യമാണുള്ളത്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ കോംസ് ഇൻഡെക്സിൻ്റെ പ്രാധാന്യം വരുന്നത് ഇങ്ങനെയാണ്. ദ ഇൻഡെക്സ് വുഡ് ബി സെൻസിറ്റീവ് ടു ഹൗ മച്ച് സൊസൈറ്റി കെയർസ് അബൌട്ട് ഫെയർനെസ്. സൊസൈറ്റി എത്രത്തോളം ഫെയർനെസ്സിന് കെയർ കൊടുക്കുന്നു, എത്ര ഫെയർനെസ് വേണമെന്ന് സൊസൈറ്റി ആഗ്രഹിക്കുന്നു. ആൻഡ് ഇന്നിക്വാളിറ്റി, ഓക്കെ, ഇന്നിക്വാളിറ്റി, ഫെയർനെസ്, ഇതിനോടുള്ള സമൂഹത്തിൻ്റെ സമീപനം എങ്ങനെയാണ്. ഇഫ് സൊസൈറ്റി ഹാസ് എ ഹൈ അവേർഷൻ, അതായത് ഈ ടു ഇന്നിക്വാലിറ്റി ആണ് കേട്ടോ. അതായത് ഇന്നിക്വാലിറ്റിയോട് ഭയങ്കര ഒരു വൈമുഖ്യം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നീരസം, ഒരു വെറുപ്പ്, ഇന്നിക്വാലിറ്റി വേണ്ട, സമത്വമാണ് നമുക്ക് വേണ്ടത് എന്നൊരു അഭിപ്രായമാണ് സൊസൈറ്റിക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ദ കോം ഇൻഡെക്സ് വുഡ് എംഫസൈസ്. അപ്പോൾ അവിടെ കോം ഇൻഡെക്സ് എംഫസൈസ് ചെയ്ത് എന്തിനായിരിക്കും? റീഡിസ്ട്രിബ്യൂട്ടിങ് മോർ റിസോഴ്സസ് ടു ദ പുവർ. അപ്പോൾ കൂടുതൽ റിസോഴ്സസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പാവപ്പെട്ടവരിൽ എത്തിക്കുന്നതിലായിരിക്കും ഇങ്ങനൊരു സാഹചര്യത്തിൽ കോം ഇൻഡെക്സ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ എംഫസൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സമ്മറി നോക്കാം. കോംസ് തിയറി ഈസ് എ കോംപ്രഹെൻസീവ് അപ്രോച്ച് ടു ഇന്നിക്വാളിറ്റി. അതായത് ഒരു കോംപ്രഹെൻസീവ്, വളരെ വ്യാപകമായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ള അപ്രോച്ചാണ്. ഇന്നിക്വാളിറ്റിക്ക് എതിരെയുള്ളൊരു നല്ലൊരു അപ്രോച്ചാണ്. ദാറ്റ് ഇൻറ്റഗ്രേറ്റ്സ് ഫെയർനെസ് ആൻഡ് ജസ്റ്റിസ്. അത് ഫെയർനെസ്, ജസ്റ്റിസ് വിത്ത് എക്കണോമിക് മെഷേഴ്സുമായിട്ട് ഇതിനെ യോജിപ്പിക്കുകയാണ്. ഫെയർനെസ്, ജസ്റ്റിസുമായിട്ട് യോജിപ്പിക്കുകയാണ് ഈ തിയറി ചെയ്യുന്നത്. അപ്പോൾ ഹീസ് ഇന്നിക്വാളിറ്റി ഇൻഡീസസ് റിഫ്ലക്ട് സൊസൈറ്റീസ് ലെവൽ ഓഫ് ഇന്നിക്വാളിറ്റി. ഇദ്ദേഹത്തിൻ്റെ ഇൻഡീസസ് സൊസൈറ്റിയുടെ ലെവൽ ഓഫ് ഇന്നിക്വാളിറ്റി അവേഷൻ, അതായത് എത്ര വിമുഖത, അവർക്ക് എത്ര വെറുപ്പുണ്ടെന്നുള്ളത്, സൊസൈറ്റിയുടെ ഇന്നിക്വാളിറ്റിയോട് എത്ര വെറുപ്പുണ്ടെന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഇൻഡീസസ് കാണിക്കുന്നത്. ആൻഡ് ഓഫർ എ മെഷർ ടു അസസ് ഹൗ മച്ച് കോമ്പൻസേഷൻ, അതായത് ഇത് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്ര കോമ്പൻസേഷൻ ഓർ റീഡിസ്ട്രിബ്യൂഷൻ ആവശ്യമാണെന്നുള്ളത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ട്? ടു അച്ചീവ് ഫെയർനെസ് കൊണ്ടുവരുന്നതിന് എത്ര കോമ്പൻസേഷൻ അല്ലെങ്കിൽ എത്ര റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആവശ്യമാണെന്നുള്ളത് ഇദ്ദേഹത്തിന് ഇൻഡീസസ് കാണിക്കുന്നു കേട്ടോ. അപ്പം കോംസ് വർക്ക് ഈസ് ഗ്രൗണ്ടഡ് ഇൻ ദ ബിലീഫ് ദാറ്റ് ഇന്നിക്വാളിറ്റി മസ്റ്റ് ബി മെഷേർഡ്. ഇദ്ദേഹത്തിൻ്റെ വർക്കുകൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്ന ഇതിലാണ്. ഇന്നിക്വാളിറ്റി മസ്റ്റ് ബി മെഷേർഡ് ആൻഡ് കറക്റ്റഡ് ഇൻ എ വേ ദാറ്റ് റിഫ്ലെക്ട്സ് സൊസൈറ്റീസ് എത്തിക്കൽ വാല്യൂസ്. അതായത് സൊസൈറ്റിയുടെ എത്തിക്കൽ വാല്യൂസ്, ഓക്കെ, റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് സൊസൈറ്റി. അതായത് ഇന്നിക്വാളിറ്റി ഇവിടെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സൊസൈറ്റിയുടെ എത്തിക്കൽ വാല്യൂസ് ഒരിക്കലും പോരുത്. ആ രീതിയിലായിരിക്കണം ഇന്നിക്വാളിറ്റീസ് കറക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഹിസ് കോൺട്രിബ്യൂഷൻസ് ആർ വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ഇൻ ഡിസ്കഷൻസ് അബൌട്ട് ഇക്വിറ്റി. അതായത് ഇക്വിറ്റി ഡിസ്കഷൻസിൽ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെ അംഗീകാരം നേടിയിട്ടുണ്ട്. പിന്നെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, അതിൽ ഇദ്ദേഹത്തിൻ്റെ തിയറീസ് അംഗീകാരം നേടിയിട്ടുണ്ട്. ആൻഡ് സോഷ്യൽ വെൽഫെയർ, ഇതിലെല്ലാം ഒരുപാട് റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള ഒരു തിയറിയാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.
താങ്ക് യു.